ആദ്യത്തെ 3 ക്ലാസ്സുകളിൽ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്താണ്, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള മുഖാന്തരം എന്താണ്, അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, അതൊക്കെയാണ് നാം ചിന്തിച്ചത്. മാത്രമല്ല, ഈ പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്ന പൊതുവായ കാര്യങ്ങൾ നാം വിശദമായിട്ട് ചിന്തിച്ചു. പാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൊതുവായ കാര്യങ്ങൾ നാം ആദ്യത്തെ 3 ആഴ്ചകൾ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ ആ പുസ്തകം തന്നെ 1-ാം അധ്യായം മുതൽ നാം ചിന്തിച്ചു വരികയാണ്. എന്നാൽ നാം പൊതുവിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ചിന്തിച്ച് കഴിഞ്ഞതുകൊണ്ട് ഈ ഓരോ വാക്യം വായിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ആദ്യത്തെ 3 ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചില വാക്യങ്ങൾ വിശദീകരിക്കാനായിട്ട് അല്പം ആവശ്യമുണ്ട്. അത് നമ്മൾ നേരത്തെ പറയാത്ത ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. ആ വാക്യങ്ങൾ മാത്രം നമ്മൾ വിശദീകരിക്കുക. അതുകൊണ്ട് ഓരോ വാക്യവും വായിച്ച് വിശദീകരിക്കാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓടിച്ച് ഈ പുസ്തകം മുഴുവൻ ഒന്ന് നോക്കുകയാണ്. നാം 2-ാം അധ്യായത്തിലെ 23-ാം വാക്യം വരെയാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അതുവരെയാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനായിട്ട് ഇടയായത്. ഈ 3-ാം അധ്യായത്തിൽ അതിൻ്റെ താഴെ വരുന്ന വാക്യങ്ങൾ വേദപുസ്തകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ്. കാരണം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, വളരെ നമുക്ക് ധൈര്യം തരുന്ന, ആശ്വാസം തരുന്ന നല്ല ചില വാക്യങ്ങളാണ് ഈ കഷ്ടതയുടെ മധ്യത്തിലാണെങ്കിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അതിൻ്റെ താഴെ നാം വായിക്കുന്നത്, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ, യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്, ബാല്യത്തിൽ മുഖം ചുമക്കുന്നത് പുരുഷന് നല്ലത്, അവനത് അവൻ്റെ മേൽ വെച്ചിരിക്കൊണ്ട് അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ. അതിൻ്റെ 31, കർത്താവ് എന്നേക്ക് തള്ളിക്കളകയില്ലല്ലോ, അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും, മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. ഈ വാക്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും വിശ്വസ്തയെക്കുറിച്ചും ദയയെക്കുറിച്ചും വളരെ ഭംഗിയായിട്ട് പറയുന്ന വാക്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമുക്ക് അത് ഓർക്കാനും നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ നമ്മെ സഹായിക്കുന്നതായിട്ടും എൻകറേജ് ചെയ്യുന്നതായിട്ടും ഇരിക്കുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ട് ആ വാക്യങ്ങളെക്കുറിച്ച് പൊതുവായി ചില കാര്യങ്ങളൊന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇസ്രയേൽ, യഹൂദ വളരെ വലിയ കഷ്ടതയിൽ കൂടെ കടന്നു പോവുക. അതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. യെരമ്യാവ് ആ കഷ്ടതയെക്കുറിച്ച് എഴുതുക. എന്നാൽ ആ കഷ്ടതയുടെ മധ്യത്തിലും അതിന്റെ വിവരണത്തിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് പ്രവാചകൻ എഴുതുകയാണ്. വലിയ വിഷമത്തിൽ, ശിക്ഷയിൽ കൂടെ അവർ കടന്നു പോവുകയാണ്. എന്നാൽ അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ കരുണ, അത് എത്രയും വലുതാണ് എന്ന് താൻ ഓർക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് അതിന്റെ 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, ഇപ്പോൾ നാം വായിച്ച ഈ 33 വരെയുള്ള വാക്യങ്ങളിൽ പൊതുവായൊരു കാര്യം നാം ഓർക്കേണ്ടത്, നാം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും ശരിയായ മനോഭാവത്തിൽ വേണം കഷ്ടതയെ നാം അഭിമുഖീകരിക്കാൻ. ദൈവം നമ്മെ ശിക്ഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ദൈവം നമുക്ക് കഷ്ടത അനുവദിച്ചതായിരിക്കാം. എന്നാൽ we should face those afflictions with the right attitude. ശരിയായ മനോഭാവത്തിൽ വേണം ദൈവം അനുവദിക്കുന്ന കഷ്ടതകളെ നാം കാണാൻ. അങ്ങനെ ശരിയായ മനോഭാവത്തിൽ നാം കഷ്ടതയിൽ കൂടെ കടന്നു പോയില്ലെങ്കിൽ ഈ കഷ്ടതകൾ നമുക്ക് വലിയൊരു വിനയായിട്ട് തീരും. അതായത് നിരാശപ്പെടാനിടയാകും, ദൈവത്തെ ചോദ്യം ചെയ്യാനിടയാകും, ദൈവം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാനിടയാകും,
ദൈവത്തോടൊരു പിണക്കം വരാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ കഷ്ടതയെ ശരിയായ പെർസ്പെക്റ്റീവിൽ, ശരിയായ കാഴ്ചപ്പാടിൽ കഷ്ടതയെ കാണാമെങ്കിൽ ഈ കഷ്ടത നമുക്ക് ഗുണകരമായി തീരും. നാം വായിച്ച ഈ വാക്യങ്ങളിൽ, ഈ ഭാഗത്ത് ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, കഷ്ടതയിൽ കൂടെയുള്ള കടത്തിവിടുന്നതിൽ ദൈവത്തിന്റെ ഉദ്ദേശം, അതിനെക്കുറിച്ചുള്ള ചില സത്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്തെക്കുറിച്ച് ഒരു കമന്റേറ്റർ പറഞ്ഞിരിക്കുന്ന 7 കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമ്മളിപ്പം വായിച്ച ഈ വാക്യത്തെക്കുറിച്ചാണ്. ബൈബിൾ നോളജ് കമന്ററി എന്നൊരു കമന്ററി ഉണ്ട്. നിങ്ങൾ ചിലർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. വാൾവുഡ് ആൻഡ് സക്ക് അവർ രണ്ടുപേരും കൂടി എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമന്ററിയാണ് ബൈബിൾ നോളജ് കമന്ററി. നല്ലൊരു കമന്ററിയാണ്. ആ കമന്ററിയിൽ ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കഷ്ടതയിൽ നാം ഓർത്തിരിക്കേണ്ട 7 പ്രമാണങ്ങൾ എന്ന് പറഞ്ഞ് 7 കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നാം വായിച്ച വാക്യങ്ങളെ കുറിച്ച് തന്നെ ഉള്ളതായ സത്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അത് 1, 2, 3 അങ്ങനെ ക്രമത്തിൽ കഷ്ടതയിൽ നാം ഓർത്തിരിക്കേണ്ട പ്രമാണങ്ങൾ, 7 പ്രിൻസിപ്പിൾസ് ഇൻ അഫ്ലിക്ഷൻ എന്ന് പറഞ്ഞ് ഈ വേദഭാഗത്തെക്കുറിച്ച് 7 കാര്യങ്ങൾ ആ വേദവ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. Affliction should be endured with hope in God's salvation, that is ultimate restoration. ദൈവം കൈവിട്ട് കളയുകയില്ല. ദൈവം നമ്മെ ഇനിയും രക്ഷിക്കും, അവൻ നമ്മെ മടക്കി വരുത്തും എന്നുള്ള പ്രത്യാശയോടുകൂടി വേണം കഷ്ടതകളെ നാം അഭിമുഖീകരിക്കാൻ. Affliction should be endured with hope in God's salvation, that is ultimate restoration. ആത്യന്തികമായി കഷ്ടത ദൈവം അനുവദിച്ചെങ്കിലും ദൈവം ആത്യന്തികമായി കഷ്ടതയിൽ നമ്മളെ കൈവിട്ട് കളയുകയില്ല. നാം മടങ്ങി വരുവാൻ നമുക്കൊരു യഥാസ്ഥാപനം ദൈവം ഈ കഷ്ടതയുടെ ഒടുവിൽ വെച്ചിട്ടുണ്ട്. ദൈവം നമ്മെ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വേണം കഷ്ടതയിൽ കൂടെ നാം കടന്നു പോകാനായിട്ട്. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാണ്. ബാല്യത്തിലെ നുകം ചുമക്കുന്നത് നല്ലതാണ്. അതിന്റെ താഴെ കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ല. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവരുടെ കരുണ തോന്നും. അപ്പോൾ ദുഃഖിപ്പിച്ചാലും ദൈവം അതിന്റെ ഒടുവിൽ ഒരു രക്ഷ ഒരുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ വേണം കഷ്ടതകളെ നാം അഭിമുഖീകരിക്കാൻ. 2-ാമത്തെ പ്രമാണം ആ ഭാഗത്ത് 31, 32 വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ പറയുന്നതാണ്. Affliction is only temporary and is tempered by God's compassion and love. കഷ്ടത താൽക്കാലികം മാത്രമല്ല ദൈവത്തിന്റെ ദയയും സ്നേഹവും ഈ കഷ്ടതയിൽ ഇടകലർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കഷ്ടത എന്നേക്കുമുള്ളതല്ല. Affliction is only temporary. അത് താൽക്കാലികമാണ്. മാത്രമല്ല ഇറ്റ് ഈസ് ടെമ്പേർഡ് ബൈ ഗോഡ്സ് കമ്പാഷൻ ആൻഡ് ലവ്. ദൈവത്തിന്റെ അനുകമ്പയും സ്നേഹവും ഈ കഷ്ടതയോട് കൂടെ ഉണ്ടായിരിക്കും. ആ വാക്യങ്ങളിൽ 31, 32 വാക്യങ്ങളിൽ അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ല അവൻ മനുഷ്യത്വന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. അപ്പൊ കഷ്ടത താൽക്കാലികമാണ്. ആ കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തിന്റെ കരുതലും സ്നേഹവും അനുഭവിക്കാൻ നമുക്ക് കഴിയും. 3-ാമത്തെ പ്രമാണം 33-ാം വാക്യത്തെ അധികരിച്ചുള്ളതാണ്. God does not delight in affliction. അവൻ കഷ്ടതയിൽ സന്തോഷിക്കുന്നില്ല. 33-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനസ്സോടെ അല്ല അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. നാം കഷ്ടപ്പെടുന്നത് ദൈവത്തിന് സന്തോഷ കാരണമല്ല. ഇവിടെ യഹൂദ കഷ്ടത്തിലായിരിക്കുന്നതിൽ ദൈവം സന്തോഷിക്കുകയല്ല. പാപത്തിന് ശിക്ഷ കൊടുക്കേണ്ടതായിരുന്നു, അതുകൊണ്ട് അത് കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും ആ കഷ്ടതയിൽ ദൈവം സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ജീവിതത്തിലെയും കഷ്ടതകളിൽ God does not delight in our afflictions. നമ്മുടെ കഷ്ടതകളിൽ ദൈവം സന്തോഷിക്കുന്നില്ല. അതാണ് മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി 34, 36 വാക്യങ്ങൾ.
ഭൂമിയിലെ സകല ബദ്ധന്മാരെയും കാൽ കീഴിട്ട് മെതിക്കുന്നതും അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ ന്യായം മറിച്ചു കളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കർത്താവ് കാണുകയില്ലയോ? എന്താ വാക്യങ്ങളുടെ അർത്ഥം? ആ വാക്യങ്ങളുടെ അർത്ഥം, അനീതിയായിട്ട് ചിലപ്പോൾ ചിലർ കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ ലോകത്തിൽ അങ്ങനെയുണ്ട്. അനീതിയായിട്ട് ചിലർ കഷ്ടം അനുഭവിക്കേണ്ടി വരും. പക്ഷേ അതും ദൈവം അറിയാതെയല്ല, ദൈവം അതും നോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം. അപ്പോൾ നാലാമത്തെ പ്രമാണം, if affliction comes because of injustice, God sees it and does not approve of it. അനീതി നിമിത്തം കഷ്ടത ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ദൈവം അത് അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ദൈവം അത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അനീതിയായിട്ട് ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ദൈവം അക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, അവനത് അറിയുന്നുണ്ട്. മാത്രമല്ല, അവൻ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ അറിവ് അതിലുണ്ട്, ദൈവത്തിന്റെ അംഗീകാരം അതിനില്ല. ദൈവം ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു വെക്കുന്നുണ്ട്. ലോകത്തിൽ ആരെങ്കിലും അനീതിയായി കഷ്ടമനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിലെ ബദ്ധന്മാരെ കാൽക്കീഴ് അവരിട്ട് മെതിക്കുന്നതും അത്യന്ത സന്ധിയിൽ മനുഷ്യന് ന്യായം മറിച്ചു കളയുന്നതും കർത്താവ് കാണുകയില്ലയോ? അത് കർത്താവ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, അവനത് കാണുന്നുണ്ട്. അഞ്ചാമത്തെ പ്രമാണം, affliction is always in relationship to God's sovereignty. ദൈവത്തിന്റെ പരമാധികാരത്തിലാണ് ഈ കഷ്ടതയും ദൈവം അനുവദിക്കുന്നത്. അതിന്റെ 37-38 വാക്യങ്ങളാണ് അതിനാധാരം. കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്? അത്യുന്നതന്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ? അവിടെ അത്യുന്നതന്റെ വായിൽ നിന്ന് തിന്മ പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ദുഷ്ടത ചെയ്യുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ നിങ്ങൾ ആ വാക്യം വായിച്ചാൽ woe and well-being come out of the mouth of God എന്നാണ്. അതായത് ജീവിതത്തിലെ കഷ്ടതകളും ജീവിതത്തിലെ നന്മകളും ദൈവം കൽപ്പിച്ചിട്ടാണ് വരുന്നത്. അവിടെ മലയാളത്തിൽ നന്മയും തിന്മ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവം തിന്മയായ കാര്യങ്ങൾ, തെറ്റായ ദോഷകരമായ കാര്യങ്ങൾ ചെയ്യുമെന്നല്ല അതിന്റെ ആശയം. നല്ല കാലങ്ങളും ബുദ്ധിമുട്ടിന്റെ കാര്യങ്ങളും ദൈവം അനുവദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ദൈവത്തിന്റെ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ സർവത്തെയും ഭരിച്ചു നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ പരമാധികാരം. ആ പരമാധികാരത്തിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് ഈ ബന്ധത്തിലൊന്ന് വായിച്ചു നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഇയ്യോബ് 2:10. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നതോടെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇയ്യോബ് പറയാണ്, നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും, അവിടെ തിന്മ എന്ന് പറയുന്നത് ദുഷ്ടതയല്ല, ദൈവം അനുവദിച്ചിരിക്കുന്ന കഷ്ടപ്പാടിനെ ഉദ്ദേശിച്ച. അപ്പോൾ നല്ല കാര്യങ്ങൾ നമുക്ക് ഭവിക്കുന്നതും കഷ്ടകരമായ സങ്കടകരമായ കാര്യങ്ങൾ നമുക്ക് ഭവിക്കുന്നതും ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ പരമാധികാരത്തിലാണ്, ദൈവത്തിന്റെ സോവറിനിറ്റിക്ക് കീഴിൽ പരമാധികാരത്തിന് കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്ന് പ്രവാചകൻ പറയുകയാണ്. അടുത്ത 6-ാമത്തെ പ്രമാണം അതിന്റെ 39-ാമത്തെ വാക്യത്തിലുണ്ട്, മനുഷ്യൻ ജീവനുള്ളെന്ന് നെടുവീർപ്പ് ഇടുന്നത് എന്ത്? ഓരോരുത്തൻ താന്റെ പാപങ്ങളെ കുറിച്ച് നെടുവീർപ്പിടട്ടെ. ഈ വാക്യം മലയാളത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങൾ അതിന്റെ തർജ്ജമ ഇംഗ്ലീഷിൽ ആ വാക്യം വായിച്ചു നോക്കിയാൽ ആ വാക്യത്തിന്റെ അർത്ഥം, വൈ ഷുഡ് എ ലിവിംഗ് മാൻ കംപ്ലെയിൻ? ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ച് പരാതി പറയാൻ എന്താണ് ആവശ്യമുള്ളത് എന്നാണ് ആ വാക്യം ഇംഗ്ലീഷ് ഭാഷയിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വൈ ഷുഡ് എ ലിവിംഗ് മാൻ കംപ്ലെയിൻ ഫോർ ദ പണിഷ്മെന്റ് ഓഫ് ഹിസ് സിൻസ്? തന്റെ പാപങ്ങൾക്ക് ലഭിക്കുന്ന കഷ്ടതയെക്കുറിച്ച് മനുഷ്യൻ പരാതി പറയുന്ന എന്തിനാണ്? അവൻ ജീവനോടിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കരുണയാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്
ഒരു കാര്യത്തിന് ദൈവത്തോട് പരാതി പറയാനായിട്ട് ആവശ്യമില്ല. അവൻ ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത് അവന്റെ പാപം നിമിത്തമാണ്. അതാണ് അടുത്തതായിട്ട് ആ പ്രമാണത്തിൽ കാണുന്നത്. അഫ്ലിക്ഷൻ അൾട്ടിമേറ്റ്ലി കംസ് ബിക്കോസ് ഓഫ് അവർ സിൻസ്. ഇവിടെ യഹൂദയുടെ പാപം നിമിത്തമാണ് ആ കഷ്ടത വരുവാനായിട്ട് ദൈവം അനുവദിച്ചത്. അതിലെ 7-ാമത്തെ പ്രമാണം 40-ാമത്തെ വാക്യം, നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കിലേക്ക് തിരിയുക, നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക. ഇവിടെ നാം കാണുന്ന പ്രമാണം, affliction should accomplish the greatest good of turning God's people back to him. കഷ്ടത കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം തന്റെ ജനം തങ്കലേക്ക് മടങ്ങി വരാനിടയാകണം. അതാണ് കഷ്ടതയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇവിടെ യഹൂദയെ സംബന്ധിച്ചും അതാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കഷ്ടതകൾ കൊണ്ട് എന്താ സാധിക്കേണ്ടത്? അവരുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും കുറിച്ച് അവർ ബോധവാന്മാരായി അവർ ദൈവത്തെങ്കിലേക്ക് അനുതാപത്തോടെ മടങ്ങി വരാനായിട്ടിടയാകണം. അതാണ് കഷ്ടതയിലെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. Affliction should accomplish the greatest good of turning God's people back to him. ദൈവത്തിന്റെ ജനം തങ്കലേക്ക് മടങ്ങി വരാനായിട്ട് കഷ്ടത കാരണമായി തീരണം. അപ്പോൾ ദൈവ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ 25 മുതൽ അതിന്റെ ഒരു 36-37 വരെയുള്ള ആ വാക്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന പാഠങ്ങളാണ് ഇവിടെ നമ്മൾ 7 കാര്യങ്ങളായിട്ട് പറഞ്ഞത്. ഒന്ന്, നാം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആത്യന്തികമായി നമ്മെ മടക്കി വരുത്താൻ ദൈവം ഉദ്ദേശിക്കുന്നു, ഒരു രക്ഷ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രത്യാശയിൽ വേണം നാം കഷ്ടത അനുഭവിക്കാനായിട്ട്. 2, കഷ്ടത താൽക്കാലികമാണ്. കഷ്ടതയോടുകൂടെ കർത്താവിന്റെ സ്നേഹവും അനുകമ്പയും എപ്പോഴും ഉണ്ടായിരിക്കും. 3, കഷ്ടതയിൽ ദൈവം ഒരിക്കലും സന്തോഷിക്കുന്നില്ല. മനസ്സോടെ അല്ലല്ലോ മനുഷ്യത്വന്മാരെ ദുഃഖിപ്പിക്കുന്നത്. 4, അന്യായമായി ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. 5-ാമത്തേത്, ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ് നന്മയും തിന്മയും. അതായത് അനുകൂല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ദൈവത്തിന്റെ പരമാധികാരത്തിൽ അവൻ അനുവദിക്കുന്ന കാര്യങ്ങളാണ്. 6, നമ്മുടെ പാപം നിമിത്തമാണ് നമുക്ക് കഷ്ടതകൾ വരുന്നത്. അഫ്ലിക്ഷൻ അൾട്ടിമേറ്റ്ലി കംസ് ബിക്കോസ് ഓഫ് അവർ സിൻസ്. നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് കഷ്ടതകൾ നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ അത് വളരെ ശരിയാണ്. ഒടുവിൽ നമ്മൾ പറഞ്ഞത് കഷ്ടത കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, അഫ്ലിക്ഷൻ ഷുഡ് അക്കംപ്ലിഷ് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് ടേണിംഗ് ഗോഡ്സ് പീപ്പിൾ ബാക്ക് ടു ഹിം. തന്റെ അടുക്കിലേക്ക് തന്റെ ജനം മടങ്ങി വരാനായിട്ട് കഷ്ടത കാരണമായി തീരണം. ആ കാര്യങ്ങളാണ് ഈ വളരെ നല്ല ഈ വാക്യങ്ങൾ നമുക്ക് ഏത് കാലത്തും വായിക്കാനും ആശ്വസിക്കാനും ധൈര്യപ്പെടാനുമുള്ള ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 48-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ പ്ലൂറലിൽ നിന്ന് സിംഗുലറിലേക്ക് ഒരു മാറ്റമുണ്ട്. അതായത് ബഹുവചനത്തിൽ നിന്ന് ഏകവചനത്തിലേക്ക് മാറുകയാണ്. എന്റെ 48-ാം വാക്യം നോക്കി, എന്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം നീർത്തോടുകൾ എന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു. ഇവിടെ യെരമ്യാവ് തന്റെ സ്വന്തം കാര്യം പറയുന്നതായിട്ടാണ് ഇനിയുള്ള ചില വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഹൂദയുടെ കാര്യം പൊതുവിൽ പറയുക എന്നുള്ളതല്ല, തന്റെ സ്വന്തം കാര്യം, ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള ദോഷം കണ്ട് കരയുന്ന നെഹമ്യാവ്. മാത്രമല്ല അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 52-ാം വാക്യം നോക്കിയേ, കാരണം കൂടാതെ എന്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെപ്പോലെ വേട്ടയാടിയിരിക്കുന്നു. അവർ എന്റെ ജീവനെ കുണ്ടറയിലിട്ട് നശിപ്പിച്ചു. എന്റെ മേൽ കല്ല് എറിഞ്ഞിരിക്കുന്നു. വെള്ളം എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞൊഴുകി. ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. യഹോവേ, ഞാൻ ആഴമുള്ള കൊണ്ടറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ നെടുവീർപ്പിനും എന്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുത് എന്നുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാം ഏകവചനത്തിലാണ്. ഞാൻ കരഞ്ഞപ്പോൾ നീ എന്റെ നിലവിളി കേട്ടു. എന്നെ അവര് കുഴിയിലിട്ട് കളഞ്ഞു, എന്നെ കഷ്ടത്തിലാക്കി. യെരമ്യാവിന്റെ ജീവിതം നമ്മൾ യെരമ്യാ പ്രവചനം പഠിക്കുമ്പോൾ
വളരെ കഷ്ടത തനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 4 പ്രത്യേക രംഗങ്ങൾ യെരമ്യാവിന്റെ കഷ്ടതയോടുള്ള ബന്ധത്തിൽ താൻ ഓർത്തുകൊണ്ടായിരിക്കണം ഈ വരികൾ എഴുതിയത്. എന്തൊക്കെയാണ് 4 കഷ്ടതകൾ? അത് ഞാനൊന്ന് പറയാം. യെരമ്യാ 11:21 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കണമെന്നില്ല, ആ കാര്യം ഞാനങ്ങ് പറയുകയാണ്. യെരമ്യാ 11:21 സ്വന്തം പട്ടണക്കാരായ അനാഥോത്തുകാർ യെരമ്യാവിനെ കൊല്ലാനായിട്ട് പദ്ധതിയിടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യെരമ്യാ 11:21. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. സ്വന്തം പട്ടണക്കാരായ അനാഥോത്തുകാർ യെരമ്യാവിനെ കൊല്ലാനായിട്ട് പദ്ധതിയിടുക. രണ്ടാമത് 26-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ, യെരമ്യാ 26-7 മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ, ദൈവാലയത്തിൽ കൂടി വന്നവർ ഇവൻ മരണയോഗ്യനാണ് എന്ന് വിധിച്ചു. ദൈവാലയത്തിൽ കൂടി വന്ന ആളുകൾ യെരമ്യാവ് മരണയോഗ്യനാണ് എന്ന് അവരെല്ലാവരും കൂടെ വിധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് 26-7 മുതലുള്ള വാക്യങ്ങളിൽ. ഇനി 37-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യെരമ്യാ 37-15 വാക്യത്തിൽ അവനെ പിടിച്ച് കുണ്ടറയിലും കാവൽപ്പുരമുറ്റത്തും തടവിലാക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നു. കുണ്ടറയിലിട്ടു, കാവൽപ്പുരമുറ്റത്ത് തടവിൽ ആക്കി. 4-ാമത് 38-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അവനെ കുഴിയിലിട്ട് കളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യെരമ്യാവിനെ ഒരു കുഴിയിലിട്ട് കളഞ്ഞു. അപ്പൊ എന്തൊക്കെയാ ചെയ്തത്? അവൻ മരണയോഗ്യനാണ് എന്ന് അവര് വിധിച്ചു, കൊല്ലാനായിട്ട് പദ്ധതിയിട്ടു, അവനെ പിടിച്ച് കുണ്ടറയിലിട്ടു, കാവൽപ്പുരമറ്റത്തിട്ടു, കുഴിയിലിട്ടു. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് ഓരോരോ മാർഗങ്ങൾ ഉപയോഗിച്ച് അവിടുന്നൊക്കെ അവനെ രക്ഷിച്ചു. ആ കാര്യമായിരിക്കണം ഇവിടെ യെരമ്യാവ് സിംഗുലറിൽ, ഏകവചനത്തിൽ പറയുന്നതായ ഈ സംഭവങ്ങൾ. അതായത് എന്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെ പോലെ വേട്ടയാടി. പിന്നെ 55-ാം വാക്യത്തിൽ ഞാൻ ആഴമുള്ള കൊണ്ടറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു, എന്റെ നെടുവീർപ്പിനും എന്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, നീ എന്റെ വ്യവഹാരം നടത്തി എന്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം യെരമ്യാവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ ശരിയാണ്. അവനെതിരെ വളരെ പദ്ധതികൾ ആളുകൾ ക്രമീകരിച്ചെങ്കിലും ദൈവം അവന്റെ വ്യവഹാരം നടത്തി. അത്ഭുതകരമായ ചില ആളുകളുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. അവർ യെരമ്യാവിന് അനുകൂലമായ നിലപാടുകൾ എടുത്തു. അവനെ ആ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി, അവനെ കുണ്ടറയിൽ നിന്ന് വിടുവിച്ചു. കൊല്ലാനൊക്കെ പദ്ധതിയിട്ടെങ്കിലും ആർക്കും കൊല്ലാൻ സാധിച്ചില്ല. യെരമ്യാവ് ആ കഷ്ടതകളെ തിരിഞ്ഞു നോക്കി, ആ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തെ വിളിച്ചുപേക്ഷിച്ചപ്പോൾ നീ അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും യെരമ്യാവിനെ പോലെ നമുക്കും അതേ കഷ്ടതയല്ല എന്ന് വരികിലും നമ്മുടെ ജീവിതത്തിലും നമുക്കും വളരെ ആശ്വാസം തരുന്ന കാര്യമാണ്. ഓരോ തരത്തിലുള്ള കഷ്ടതകൾ, കുഴിയുടെ അനുഭവങ്ങൾ, കുണ്ടറയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരാം. എന്നാൽ അവിടെ നാം അവനെ വിളിച്ചുപേക്ഷിക്കുന്ന നാളിൽ അവൻ അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറയും. യെരമ്യാവിനെ അത്ഭുതകരമായി വിടുവിച്ച ദൈവം നമ്മെ വിടുവിക്കും. മാത്രമല്ല നമ്മുടെ വ്യവഹാരം അവൻ തീർത്തു തരും. അതിന്റെ 59-ാം വാക്യത്തിൽ, യഹോവേ, ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു, എന്റെ വ്യവഹാരം തീർത്തു തരണമേ. ഇവിടെ മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹങ്ങളെല്ലാം കർത്താവ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 60-ാം വാക്യം, അതിന്റെ 59 നോക്കിയേ, ഞാൻ അനുഭവിച്ച വ്യവഹാരം നീ കണ്ടിരിക്കുന്നു. 60-ാം വാക്യത്തിൽ അവരുടെ സകല നിരൂപണങ്ങളും നീ കണ്ടിരിക്കുന്നു. 62-ാം വാക്യത്തിൽ എന്റെ എതിരികളുടെ വാക്കുകളും ഇടപെടാതെ എനിക്ക് വിരോധമായുള്ള നിലവും നീ കേട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദാസനായ യെരമ്യാവിനെതിരെ ആളുകൾ ചെയ്ത എല്ലാ കാര്യവും ദൈവം കണ്ടു. അവനെതിരെ അവര് വട്ടം കുട്ടിയ, ആലോചിച്ച തെറ്റായ എല്ലാ ആലോചനകളും ദൈവം കേട്ടു. ദൈവജനത്തിനെതിരെ, നമുക്കെതിരെ മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ ദോഷവും ദൈവം കാണുന്നുണ്ട്. നമ്മൾ ചിലപ്പം വിചാരിക്കും, ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവം ഒന്നും ചെയ്യുന്നില്ലല്ലോ, ദൈവം ഒന്നും കാണുന്നില്ലേ തെറ്റ് നമുക്കെതിരെ ചെയ്യുമ്പോൾ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാം. എന്നാൽ അവനത് കാണുന്നുണ്ട്, അവനത് കേൾക്കുന്നുണ്ട്. തക്ക സമയത്ത് അതിന് അവൻ പ്രതികാരം ചെയ്യും. അതാണ് ഇനി താഴെ പറയാൻ പോകുന്നത്. നീ എന്റെ കഷ്ടപ്പാട് കണ്ടു, എന്റെ നിലവിളി നീ കേട്ടു. ഇനി അതിന്റെ ഒടുവിൽ നോക്കിയ 63 വാക്യങ്ങളിൽ
അവരുടെ ഇരിപ്പും എഴുന്നേൽപ്പും നോക്കണമേ. ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു. യഹോവയെ അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവർക്ക് പകരം ചെയ്യണമേ. നീ അവർക്ക് ഹൃദയകാഠിന്യം വരുത്തും. നിന്റെ ശാപം അവർക്ക് വരട്ടെ. നീ അവരെ കോപത്തോട് പിന്തുടർന്ന് യഹോവയുടെ ആകാശത്തിന് കീഴിൽ നിന്ന് നശിപ്പിച്ചു കളയും. അവിടെ യിരെമ്യാവിനെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് ദൈവമേ നീ ശത്രുവിന്റെ മേൽ നടപടി എടുക്കണമേ എന്ന് യിരെമ്യാവ് നിലവിളിക്കുക. നാം യിരെമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ യിരെമ്യാവിന്റെ ശത്രുക്കൾക്കെതിരെ എല്ലാം ദൈവം നടപടി എടുത്തു. യിരെമ്യാവിന്റെ പ്രവചനം അതിന്റെ 39 അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. യിരെമ്യാവിന്റെ ശത്രുക്കളോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാ 39 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യഹൂദ രാജാവായ സിദെക്കീയാവും എല്ലാ പടയാളികളും അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി. അവർ രാത്രിയിൽ രാജാവിന്റെ തോട്ടം വഴിയായി 2 മതിലുകൾക്കും നടുവിലുള്ള വാതിൽക്കൽ കൂടി നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് അരാബ വഴിക്ക് പോയി. കൽദയരുടെ സൈന്യം അവരെ പിന്തുടർന്നു. യെരിഹോ സമഭൂമിയിൽ വെച്ച് സിദെക്കീയാവോടൊപ്പം എത്തി അവനെ പിടിച്ചു. ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വിധി കൽപ്പിച്ചു. ബാബേൽ രാജാവ് റിബ്ലയിൽ വെച്ച് സിദെക്കീയാവിന്റെ പുത്രന്മാരെ അവൻ കാണെ കൊന്നു. യഹൂദ കുലീനന്മാരെ ഒക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു. അവൻ സിദെക്കീയാവിന്റെ കണ്ണ് പൊട്ടിച്ച് അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു. ഇതാണ് ദൈവം യിരെമ്യാവിന്റെ ശത്രുക്കളോട് ചെയ്തത്. എല്ലാവർക്കും അത് മനസ്സിലായല്ലോ. നെബൂഖദ്നേസർ ആക്രമിച്ചപ്പോൾ യിരെമ്യാവിനെതിരെ വട്ടം കൂട്ടിയ, യിരെമ്യാവിനെ ദ്രോഹിക്കാനായിട്ട് അനുകൂലമായ നിലപാടെടുത്ത സിദെക്കീയ രാജാവിനും ആളുകൾക്കും വന്നത് അവർ ഓടിപ്പോയെങ്കിലും ശത്രുക്കൾ അവരെ പിന്തുടർന്നു, പിടിച്ചു. പുത്രന്മാരെ താൻ കാണെ കൊന്നു. മാത്രമല്ല നെബൂഖദ്നേസറിന്റെ കണ്ണ് അവര് പൊട്ടിച്ചു. വേറെയും വാക്യങ്ങൾ ഇതേ കാര്യം പറയുന്ന വേറെയും വാക്യങ്ങളുണ്ട്. 52 അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 52 അധ്യായത്തിന്റെ 7 മുതൽ 11 വരെ അതോടെ ഒന്ന് വായിക്കാം. യിരെമ്യാ 52 7 മുതൽ 11 വരെ. അപ്പോൾ നഗരത്തിന്റെ മതിൽ ഒരിടം പൊളിച്ചു തുറന്നു. കൽദയർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളൊക്കെയും രാത്രി സമയത്ത് രാജാവിന്റെ തോട്ടത്തിനരികെ 2 മതിലുകളുടെ മധ്യേയുള്ള പടിവാതിക്കൽ കൂടി നഗരം വിട്ട് പുറപ്പെട്ട് അരാബയിലേക്കുള്ള വഴിയായി ഓടിപ്പോയി. ഇനി 10, 10, 11. ബാബേൽ രാജാവ് സിദെക്കീയാവിന്റെ പുത്രന്മാരെ അവൻ കാണെ കൊന്നു. യഹൂദ പ്രഭുക്കന്മാരെ ഒക്കെയും അവൻ റിബ്ലയിൽ വെച്ച് കൊന്നുകളഞ്ഞു. പിന്നെ അവൻ സിദെക്കീയാവിന്റെ കണ്ണ് പൊട്ടിച്ചു. ബാബേൽ രാജാവ് അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുവന്നു ജീവപര്യന്തം കാരാഗൃഹത്തിലാക്കി. ഇനി വായിക്കണ്ട. 24 മുതൽ 27 വരെ 52 24 മുതൽ 27 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ദൈവത്തിന്റെ ശരിയായ അരുളപ്പാടുകൾ അറിയിച്ച യിരെമ്യാവിനെതിരെ ദ്രോഹം ചെയ്ത ആളുകളോട് അവരോട് നീ പ്രതികാരം ചെയ്യണമേ, എനിക്ക് വേണ്ടി നീ എന്റെ വ്യവഹാരം നടത്തണമേ എന്ന് യിരെമ്യാവ് നിലവിളിച്ചു. ആ വ്യവഹാരം ദൈവം തക്ക സമയത്ത് നടത്തി. നമ്മൾ അതിനു മുമ്പ് വായിച്ചത് യഹോവേ നീ ഇത് കണ്ടിരിക്കുന്നു, നീ ഇത് കേട്ടിരിക്കുന്നു, എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നുള്ളത് നീ കാണുകയും കേൾക്കുകയും ചെയ്തല്ലോ, നീ തക്ക സമയത്തിന് പ്രതികാരം ചെയ്യണമേ. നമ്മുടെ ജീവിതത്തിലും നമുക്കെതിരെ, ദൈവജനത്തിനെതിരെ അല്ല വ്യക്തിപരമായി നമുക്കൊക്കെ തന്നെ എതിരെ പല കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊന്നും ദൈവം കാണുന്നില്ലേ കേൾക്കുന്നില്ലേ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. എന്നാൽ ദൈവം അതെല്ലാം കാണുന്നുണ്ട്, ദൈവം അതെല്ലാം കേൾക്കുന്നുണ്ട്. തക്ക സമയത്ത് അതിനെല്ലാം ദൈവം പരിഹാരം വരുത്തും. വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ അവൻ അടുത്തു വന്ന് ഭയപ്പെടണ്ട എന്ന് പറയും. നമ്മുടെ വ്യവഹാരം ദൈവം നടത്തും. തക്ക സമയത്ത് അവൻ ശത്രുക്കളോട് ഇടപെടും. നാം ഇനി 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ഉപരോധത്തിന് മുൻപും പിൻപുമുള്ള യെരുശലേമിന്റെ അവസ്ഥ കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ആക്രമണത്തിന് മുൻപും ആക്രമണത്തിന് ശേഷവും അവരെങ്ങനെയായിരുന്നു, യെരുശലേമിന്റെ അവസ്ഥ, അവിടുത്തെ ആളുകളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന്
പറഞ്ഞിരിക്കുകയാണ്. പൊന്ന് മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീതികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞ് കിടക്കുന്നു. അവിടെ ഉദ്ദേശിക്കുന്നത് തങ്കതുല്യമായിരുന്ന യെരുശലേമിന്റെ വിശിഷ്ട പുത്രന്മാർ വിലയില്ലാത്ത മൺപാത്രം പോലെയായി എന്നാണ് ആ പദപ്രയോഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യൗവനക്കാര്, വളരെ വിലയുള്ള ആളുകൾ, അവര് വിലയില്ലാത്ത പൊട്ടപാത്രം പോലെ ആയിത്തീർന്നു. 4-ാം വാക്യത്തിൽ പാലും പോഷകാഹാരങ്ങളും കഴിച്ചിരുന്ന കുഞ്ഞുങ്ങൾ വിശന്ന് വലയുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ സ്വാദേറിയ ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന ആളുകൾ പട്ടിണി കിടക്കുക. അതേ വാക്യത്തിൽ തന്നെ വിലയേറിയ വസ്ത്രങ്ങൾ ഒരു കാലത്ത് ധരിച്ചിരുന്ന ആളുകൾ ഇപ്പോ ഇരട്ടിലും വെണ്ണീറിലും കിടക്കേണ്ട അവസ്ഥ വന്നിരിക്കുക. 7-8 വാക്യങ്ങളിൽ സുമുഖന്മാരായിരുന്ന പ്രഭുക്കന്മാർ വികൃത രൂപികളായി തീർന്നിരിക്കുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ കരുണയുള്ള സ്ത്രീകൾ വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നവരായി തീർന്നു. അപ്പോൾ മുൻപ് എങ്ങനായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്? ആക്രമണത്തിന് മുമ്പ്, ദൈവം അവരെ ശിക്ഷിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? അവർ തങ്കതുല്യരായിരുന്നു. പിന്നെ അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. സാധുഭോജ്യങ്ങൾ അനുഭവിച്ചു ഇരുന്നവരായിരുന്നു, ധൂമ്രവസ്ത്രം ധരിച്ചവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ശിക്ഷാവിധി വന്നപ്പോൾ അവര് വികൃത രൂപികളായി തീർന്നു, പട്ടിണി കിടക്കേണ്ടതായിട്ട് വന്നു, അവര് ക്രൂരന്മാരായി തീർന്നു. അവര് നല്ല വസ്ത്രം ധരിച്ചിരുന്നവർ വെട്ടിലും രട്ടിലും വെണ്ണീറിലും കിടക്കേണ്ടതായ അവസ്ഥ വന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 10 വാക്യങ്ങളിൽ കോൺട്രാസ്റ്റിംഗ് ലൈഫ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ സീജ്, ആക്രമണത്തിന് മുൻപും ആക്രമണ സമയത്തും ഉപരോധത്തിന് മുൻപും ഉപരോധ കാലയളവിലും അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയുക. അതിന്റെ 6-ാമത്തെ വാക്യം നോക്കുക. കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സോദോമിന്റെ പാപത്തേക്കാൾ എന്റെ ജനത്തിന്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. സോദോമിന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോദോം പെട്ടെന്ന് നശിച്ചുപോയ ഒരു സ്ഥലമാണ്. എന്നാൽ ഇവരുടെ കാര്യത്തിൽ ഇവര് ക്രമേണയാണ് നാശത്തിനിരയായത്. സോദോം പെട്ടെന്ന് നാശത്തിനിരയായി, എന്നാൽ ഇവര് ക്രമേണ നാശത്തിന് ഇരയായി. സോദോമിന്റെ പാപവും യഹൂദയുടെ പാപവും താരതമ്യപ്പെടുത്തി യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം, അതിന്റെ 48-ഉം 49-ഉം വാക്യങ്ങൾ. യെഹെസ്കേൽ 16-ന്റെ 48-ഉം 49. എന്നാണ് നീയും നിന്റെ പുത്രിമാരും ചെയ്തിരിക്കുന്നത് പോലെ നിന്റെ സഹോദരിയായ സോദോമും അവളുടെ പുത്രിമാരും ചെയ്തിട്ടില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീൻ പുളപ്പും നിർഭയ സ്വൈരവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അവിടെ ദൈവം പറയുന്നത് കണ്ടോ? യെരുശലേമിന്റെ പാപം സോദോമിന്റെ പാപത്തേക്കാൾ വലുതാണ് എന്ന് പറയുക. സോദോമിന്റെ പാപത്തേക്കാൾ വലുതാണ് യെരുശലേമിന്റെ പാപം. അപ്പോൾ യെഹെസ്കേൽ പ്രവചനത്തിൽ ഈ 2 പേരുടെയും പാപങ്ങൾ താരതമ്യം ചെയ്ത് ദൈവം പറയാണ്, യെരുശലേമിന്റെ പാപം സോദോമിന്റെ പാപത്തേക്കാൾ വളരെ വലുതാണ്. അതവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 48-ാം വാക്യത്തിൽ സോദോമും അവരുടെ പുത്രിമാരും നീയും നിന്റെ പുത്രിമാരും ചെയ്തിരിക്കുന്ന പോലെ അവര് ചെയ്തില്ല. അത് വിശദീകരിക്കേണ്ട ആവശ്യമല്ലല്ലോ. ദൈവം യെരുശലേമിന്റെ പാപത്തെ എത്ര കഠിനമായി പാപമായി കണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അതിന്റെ 12-ാമത്തെ വാക്യം നാം നോക്കുമ്പോ, യെരുശലേമിൽ ഉണ്ടായിരുന്നവർ ഒരിക്കലും ശത്രു ദേവാലയത്തിൽ കടക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. ദൈവത്തിന്റെ ആലയമാണ്, പവിത്രമായ സ്ഥലമാണ്, ശത്രു ഒരിക്കലും അതിനകത്ത് കയറുകയില്ല എന്നാണ് അവർ ധരിച്ചിരുന്നത്. എന്നാൽ 16-ാം വാക്യം എന്താ പറയുന്നത്? 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. യഹോവയുടെ നോട്ടം അവരെ ചിതറിച്ചു, അവൻ അവരെ കടാക്ഷിക്കയില്ല. 12-ാം വാക്യം. 12-ാം വാക്യം. വൈരിയും ശത്രുവും യെരുശലേമിന്റെ വാതിലുകൾക്കകത്ത് കടക്കും എന്ന് ഭൂരാജാക്കന്മാരും ഭൂവാസികൾ ആരും വിശ്വസിച്ചിരുന്നില്ല. ശത്രുക്കൾ ദേവാലയത്തിനുള്ളിൽ കടക്കുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല.
യെരുശലേമിന്റെ വാതിലുകൾ ദൈവത്തിന്റെ നഗരമാണ്, ദൈവത്തിന്റെ ആലയമാണ്, അതിനകത്ത് ശത്രു കയറാൻ ഒക്കുമെന്ന് ആരും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ എന്താ സംഭവിച്ചത് നമുക്കറിയാം. ശത്രു നഗരത്തിൽ കടന്നു, മുഴുവനും തകർത്തു, ദേവാലയത്തിനകത്തുണ്ടായിരുന്നെല്ലാം കൊണ്ടുപോയി, ദേവാലയം നശിപ്പിച്ചു. അവർ പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിപ്പോയി. അവർ ഷോക്ക് അടിച്ചു പോയി. ഒരിക്കലും ശത്രു യെരുശലേമിലോ ദേവാലയത്തിലോ പ്രവേശിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അങ്ങനെയാണ് സംഭവിച്ചത്. നമ്മൾ അതിന്റെ താഴെ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നു. ശ്രദ്ധിച്ച്, പുരോഹിതന്മാരുടെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, അവർ കുരുടന്മാരായി വീഥികളിൽ ഉഴന്ന് രക്തം പുരണ്ട് നടക്കുന്നു, അവരുടെ വസ്ത്രം ആർക്കും തൊട്ടുകൂടാ. അതിന്റെ 13-ാം വാക്യത്തിൽ പ്രവാചകന്മാരുടെയും പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ അകൃത്യങ്ങളും ഹേതുവായി എന്ന് പറഞ്ഞിട്ട് പുരോഹിതന്മാരെ കുറിച്ചല്ല, പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ്. 15-ാം വാക്യം, മാറുവീൻ, അശുദ്ധൻ മാറുവീൻ, മാറുവീൻ, തുടരുത് എന്ന് അവരോട് വിളിച്ചു പറയും. അവർ ഓടി ഉരുളുമ്പോൾ അവരിന് ഇവിടെ വന്ന് പാർക്കയില്ല എന്ന് ജാതികളുടെ ഇടയിൽ പറയും. പുരോഹിതന്മാരും പ്രവാചകന്മാരുമാണ് ദൈവജനത്തെ നയിക്കുന്നവർ. എന്നാൽ അവരുടെ അകൃത്യ നിമിത്തമാണ് ഇത് സകലവും സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഈ പുരോഹിതന്മാർ അശുദ്ധന്മാരായി തീർന്നു. നമുക്കറിയാം, കുഷ്ഠരോഗികൾ അശുദ്ധരായത് കൊണ്ടാണ് അവര് വരുമ്പോ മാറുവീൻ, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുന്നത്. എന്നാൽ ഇപ്പൊ അത് പ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും സംഭവിച്ചിരിക്കുകയാണ്. അവരശുദ്ധരായി തീർന്നിരിക്കുക. പാപം നിമിത്തം അവർ അശുദ്ധരായി തീർന്നു. അവർ നിമിത്തം ജനത്തിന് വലിയ കഷ്ടത വരാനായിട്ടിടയായി. 17-ാമത്തെ വാക്യത്തിൽ, വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണ് ഇപ്പോഴും മങ്ങുന്നു, രക്ഷിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളുടെ കാവൽ മാളികയിൽ കാത്തിരിക്കുന്നു. ഇവിടെ വ്യർത്ഥ സഹായം എന്ന് പറയുന്നത് മിസ്രൈമിൽ നിന്നുള്ള സഹായമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. യെരമ്യാ പ്രവചനം 37-ാം അധ്യായത്തിന്റെ യെരമ്യാ പ്രവചനം 37-ാം അധ്യായത്തിൽ മിസ്രൈമിൽ അവര് ആശ്രയിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ വാക്യങ്ങളും നമ്മളിപ്പോൾ വായിക്കണമെന്നില്ല, ഒരു സാമ്പിളിലായിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവര് മിസ്രൈമിൽ ആശ്രയിച്ചു. മിസ്രൈം അവരെ സഹായിക്കും എന്ന് അവര് പ്രതീക്ഷിച്ചു. 37-ന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഫറവോന്റെ സൈന്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു എന്ന വർത്തമാനം യെരുശലേമിനെ നിരോധിച്ചു പാർത്ത കൽദയർ കേട്ടപ്പോൾ അവർ യെരുശലേമിനെ വിട്ടുപോയി. ഇവിടെ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇവര് മിസ്രൈമിൽ സഹായം തേടി. ബാബിലോണിയർ വരുന്നു എന്ന് കേട്ടപ്പോ ഇവര് സഹായത്തിനായി മിസ്രൈമിൽ ആശ്രയിച്ചു. ഫറവോന്റെ സൈന്യം മിസ്രൈമിൽ നിന്ന് ഇവരെ സഹായിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോ കൽദയർ, അതായത് ബാബിലോണിയർ പെട്ടെന്ന് വിട്ടുപോയി. പക്ഷെ താഴോട്ട് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോ ആ ബാബിലോണിയർ തിരിച്ചു വന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ ഇപ്പൊ ഈജിപ്റ്റ് ഉണ്ട്, ഈജിപ്റ്റ് ഞങ്ങളെ സഹായിക്കുമെന്നുള്ള ധൈര്യത്തിൽ ഇരിക്കുക. തൽക്കാലം കൽദയർ വിട്ടുപോയെങ്കിലും നിങ്ങൾ താഴോട്ട് വായിച്ചാൽ ആ കാര്യമുണ്ട്. പിന്നെയും ബാബിലോണിയർ തിരിച്ചു വന്നു. അതുകൊണ്ട് ഇവർക്ക് മിസ്രൈമിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചില്ല. അതിന്റെ 7-ന്റെ ഒടുവിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോന്റെ സൈന്യം തങ്ങളുടെ ദേശമായ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകും. കൽദയരോ മടങ്ങി വന്ന് ഈ നഗരത്തോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് തീ വെച്ച് ചുട്ടുകളയും. അപ്പൊ തൽക്കാലം കൽദയർ മടങ്ങിപ്പോയെങ്കിലും പിന്നീട് അവർ തിരിച്ചു വന്ന് ഈ ദേശം ചുട്ടുകളയാനായിട്ടിടയായി. അപ്പോൾ താൽക്കാലികമായി മിസ്രൈമിൽ ഇവർ ആശ്രയിച്ചു. യഹൂദ അല്ലെങ്കിൽ യെരുശലേം മിസ്രൈമിനെ കൂട്ടുപിടിച്ചു കൽദയർക്കെതിരെ. പക്ഷെ അതുകൊണ്ടൊന്നും നടന്നില്ല. അവര് ആക്രമിക്കപ്പെടുവാനും പ്രവാസത്തിലേക്ക് അവര് പോകുവാനും ഇടയായി. മിസ്രൈമിന്റെ സഹായം വ്യർത്ഥമായി തീർന്നു. അതിന്റെ കാര്യമാണ് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. മിസ്രൈമിന്റെ സഹായം വ്യർത്ഥമായി തീർന്നു. ഇനി അതിന്റെ 20-ാം വാക്യത്തെ നോക്കുക. ഞങ്ങളുടെ ജീവശ്വാസമായി യഹോവയുടെ അഭിഷിക്തനായവൻ അവരുടെ കുഴികളിൽ അകപ്പെട്ടിരിക്കുന്നു. അവന്റെ നിഴലിൽ നാം ജാതികളുടെ മധ്യേ ജീവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. അവിടെ അഭിഷിക്തൻ എന്ന് പറയുന്നത് സിദെക്കീയ രാജാവിനെ ഉദ്ദേശിച്ചാണ്. അവര് പറയാണ്, ഞങ്ങളുടെ രാജാവ് സിദെക്കീയ രാജാവ് ഞങ്ങളെ സംരക്ഷിക്കും, അവന്റെ നിഴലിൽ ഞങ്ങൾ ശുഭമായിരിക്കുമെന്ന് വിചാരിച്ചിരുന്നു.
പക്ഷെ എന്ത് സംഭവിച്ചു? സിദെക്കീയാവിനെ അവരെ സഹായിക്കാൻ പറ്റിയില്ല. സിദെക്കീയാവിന് എന്താ സംഭവിച്ചത് നമ്മൾ മുമ്പ് വായിച്ചു. അവൻ ഓടിപ്പോയി, അവന്റെ കണ്ണ് പൊട്ടിച്ചു, അവന്റെ മക്കളെ അവന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയാനായിട്ടിടയായി. അപ്പോൾ യഹോവയുടെ അഭിഷിക്തൻ, അതായത് സിദെക്കീയ രാജാവ് ഞങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ ആ അഭിഷിക്തനായവൻ അവരുടെ കുഴികളിൽ അകപ്പെട്ടു പോയി. അപ്പൊ മിസ്രൈമിന് സഹായിക്കാൻ പറ്റിയില്ല അന്യജാതിക്കാർക്ക്, പിന്നെ സ്വന്തം രാജാവിനും അവരെ സഹായിക്കാൻ പറ്റിയില്ല. നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, ദൈവം ശിക്ഷിക്കുമ്പോൾ ആർക്കും സഹായിക്കാൻ പറ്റില്ല. ഇസ്രായേൽ ഞങ്ങൾക്ക് കൂട്ടുണ്ട്, അവർ പ്രൊട്ടക്ട് ചെയ്തോളും വിചാരിച്ചു, നടന്നില്ല. ഞങ്ങളുടെ സിദെക്കീയ രാജാവുണ്ട്, ദൈവത്തിന്റെ അഭിഷിക്തനാണ്, അവൻ സഹായിക്കുമെന്ന് വിചാരിച്ചു, അവനും സഹായിക്കാനത്തില്ല. അവനെയും പിടിച്ചുകൊണ്ടുപോയി ചങ്ങലയിട്ടു, കണ്ണുപൊട്ടിച്ചു, അവന്റെ മക്കളെയും കൊന്നുകളഞ്ഞു. ദൈവം ഇടപെടുമ്പോൾ ഒരു മനുഷ്യനും സഹായിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള ഭയങ്കരമായ പാഠം നമ്മൾ ഇവിടെ കാണുകയാണ്. 21 വാക്യം, ഊസ് ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രിയെ സന്തോഷിച്ച് ആനന്ദിക്ക, പാനപാത്രം നിന്റെ അടുക്കലേക്കും വരും, നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ നഗ്നയാക്കും. സിയോൻ പുത്രിയെ, നിന്റെ അകൃത്യം തീർന്നിരിക്കുന്നു, ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കയില്ല. ഏദോം പുത്രിയെ, അവൻ നിന്റെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ ഏദോമിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരിക്കുക. എന്താ ഇവിടെ ഏദോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഏദോം ശത്രു പക്ഷത്ത് നിന്ന് ബാബിലോണിനെ സഹായിച്ച ഒരു രാജ്യമാണ് ഏദോം. യെരൂശലേമിനെ ആക്രമിച്ചവർക്ക് അവരുടെ അകൃത്യത്തിനുള്ള ശിക്ഷ ലഭിച്ചു എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ഏദോം യെരൂശലേമിനെ ആക്രമിച്ചവരെ, ബാബിലോണ്യരെ സഹായിച്ചവരാ. ആ സഹായിച്ച രാജ്യത്തെ ദൈവം ശിക്ഷിക്കുന്ന കാര്യമാണ് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഏദോം പുത്രിയെ, അവൻ നിന്റെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവജനത്തെ ഉപദ്രവിക്കാനായിട്ട് കൂട്ടുനിന്ന ഏദോം കഷ്ടത്തിലായ കാര്യമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ദൈവജനത്തെ ആക്രമിക്കാനായിട്ട് ബാബിലോണിന് സഹായം ചെയ്ത ഏദോമിന്റെ കാര്യമാണ് ആ പറയുന്നത്. 137 സങ്കീർത്തനത്തിന്റെ 7 വാക്യം ഒന്ന് വായിച്ചു നോക്കെ. വേറെ പല വാക്യങ്ങളുണ്ട്, ഏദോമിന്റെ കാര്യം പറയുന്ന വാക്യങ്ങളുണ്ട്. 137 സങ്കീർത്തനം 7 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 137 7 വാക്യം. ഇടിച്ചു കളവേൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവേൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. ഇടിച്ചു കളവേൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവേൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. അപ്പൊ ഏദോമ്യർ എന്താ പറഞ്ഞേ? ഇവരെ ശരിയായിട്ട് ശിക്ഷിക്കണം, ഇടിച്ചു കളയണം, അടിസ്ഥാനം വരെ ഇടിച്ചു കളയണം എന്ന് പറഞ്ഞ ഏദോമ്യർ. ആ ഏദോമ്യരെ ദൈവം ശിക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, സിയോൻ പുത്രിയെ, നിന്റെ അകൃത്യം തീർന്നിരിക്കുന്നു, ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കുകയില്ല. അപ്പോ യെരൂശലേമിന് ഒരു യഥാസ്ഥാപനമുണ്ട്, എന്നാൽ ഏദോമിന് ശിക്ഷാവിധി മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം ഓർപ്പിച്ചു. ദൈവത്തിന്റെ കവനന്റൽ മേഴ്സി, ദൈവം തന്റെ ജനത്തോട് ചെയ്തിരിക്കുന്ന നിയമം അനുസരിച്ച് ദൈവം അവരെ ശിക്ഷിച്ചാലും അവരെ മടക്കിക്കൊണ്ടുവരും. എന്നാൽ ഏദോമിനെയും മറ്റു ജാതികളെയും സംബന്ധിച്ച് അവരെ ശിക്ഷിക്കുന്നതോടുകൂടി അവരുടെ കഥ കഴിയുകയാണ്, അവരില്ലാതാവുകയാണ്. ഇസ്രായേലിനെ ശിക്ഷിച്ചെങ്കിലും ഇപ്പോഴും ഇസ്രായേല് വളരെ ശക്തിയോടുകൂടെ ലോകത്തിൽ നിൽക്കുകയാണ്. അത് വളരെ വലിയ ഒരു പാഠമാണ്. ഏദോമിനെ സംബന്ധിച്ച് അവർക്ക് ശിക്ഷയേ ഉള്ളൂ, എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് യഥാസ്ഥാപനമുണ്ട്. നമ്മളിനി അതിന്റെ ഒടുവിലത്തെ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 5-ാമത്തെ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, ഈ അധ്യായം മുഴുവൻ തന്നെ ഒരു പ്രാർത്ഥനയാണ്. ഈ വിലാപങ്ങൾ 1, 2, 3 അധ്യായങ്ങൾ പ്രാർത്ഥനയോടെയാണ് അവസാനിക്കുന്നത്. നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. 1, 2, 3 ഈ 3 അധ്യായങ്ങളും പ്രാർത്ഥനയോടുകൂടിയാണ് അവസാനിക്കുന്നത്. 4-ാം അധ്യായം പ്രാർത്ഥനയോടെ അല്ല അവസാനിക്കുന്നത്. എന്നാൽ 5-ാം അധ്യായം മുഴുവനും പ്രാർത്ഥനയാണ്. ഈ 5-ാം അധ്യായത്തിന്റെ വേറൊരു പ്രത്യേകത, അക്രോസ്റ്റിക് പാറ്റേണിലല്ല അത് എഴുതിയിരിക്കുന്നത്. അത് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. മറ്റ് അധ്യായങ്ങളെല്ലാം, ആ പാർട്ടുകളെല്ലാം ABCD എന്നുള്ള ആ അക്ഷരക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ 5-ാം അധ്യായത്തിൽ അങ്ങനെയുള്ള ഒരു ക്രമം ഇല്ല.
5-ാം അധ്യായത്തിന്റെ മുഴുവൻ ഭാഗവും പ്രാർത്ഥനയാണ്. ഇതിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഓർക്കുവാനുള്ള പ്രാർത്ഥനയാണ്. കർത്താവെ, ഞങ്ങളെ ഓർക്കണമേ. അതിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള പ്രാർത്ഥനയാണ്. ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥന, പിന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന. അതിന്റെ 6-ാമത്തെ വാക്യം, അപ്പം തിന്ന് തൃപ്തരാകേണ്ടതിന് ഞങ്ങൾ മിസ്രൈമ്യർക്കും അശൂര്യർക്കും കീഴടങ്ങിയിരിക്കുന്നു. അവിടെ കീഴടങ്ങി എന്ന് പറയുന്നത് ഉടമ്പടി ചെയ്ത കാര്യമാണ്. മിസ്രൈമിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. മിസ്രൈമിൽ അവർ ആശ്രയിച്ചു, അശൂരിലും അവർ ആശ്രയിച്ചു. അപ്പം തിന്നേണ്ടതിനായിട്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിനായിട്ട് ഞങ്ങൾ മിസ്രൈമ്യരിലും അശൂര്യരിലും ആശ്രയിച്ചു, പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. 7-ാം വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതെയായിരിക്കുന്നു, അവരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു. പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഞങ്ങൾ മറ്റുള്ളവരിലൊക്കെ ആശ്രയിച്ചെങ്കിലും യാതൊരു പ്രയോജനവും അതുകൊണ്ടുണ്ടായില്ല. ഞങ്ങളിതാ അകൃത്യം, പാപത്തിന്റെ ഫലം ഞങ്ങൾ അനുഭവിക്കുക. ഇതിന്റെ 12-ാമത്തെ വാക്യത്തിൽ അവൻ സ്വന്തം കൈകൊണ്ട് പ്രഭുക്കന്മാരെ തൂക്കിക്കളഞ്ഞു എന്നൊരു പ്രയോഗമുണ്ട്. ഇംഗ്ലീഷിൽ they were suspended by hooks in the wall എന്നാണ്. ഈ റോമാക്കാരല്ല, പേർഷ്യക്കാരാണ് ക്രൂശ് കണ്ടുപിടിച്ചത്. ഒറിജിനലി റോമാക്കാർ ഇത് പിന്നീട് ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും പേർഷ്യക്കാരാണ് ക്രൂശ് കണ്ടുപിടിച്ച ആളുകൾ. അപ്പോ ആളുകളെ ക്രൂശിൽ തൂക്കുക എന്നുള്ളത് അവരുടെ ഒരു സിസ്റ്റമായിരുന്നു. അതിനുള്ള ഒരു കാരണം, ഈ പേർഷ്യക്കാരുടെ വിശ്വാസം അനുസരിച്ച് ഭൂമി പവിത്രമായ, ഭൂമി ദേവി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെ ഭൂമി വളരെ പവിത്രമാണ്. അതുകൊണ്ട് ആരെയെങ്കിലും കൊല്ലുമ്പോൾ ഭൂമിയിൽ നിർത്തി കൊല്ലരുത്, അത് ശരിയല്ല. അതുകൊണ്ട് ഭൂമിയിൽ തൊടാതെ മരിക്കാനായിട്ടാണ് ഈ മരത്തിന്മേൽ തൂക്കുന്നത്. അങ്ങനെയാണ് ഈ രീതി ഉണ്ടായത്. ഇവിടെ യെരുശലേം നിവാസികളെ, ദൈവ ജനത്തെ അവര് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവൻ സ്വന്തം കൈകൊണ്ട് പ്രഭുക്കന്മാരെ തൂക്കിക്കളഞ്ഞു. യെരുശലേമിന്റെ പ്രഭുക്കന്മാരെ, നായകന്മാരായ ആളുകളെ സസ്പെൻഡ് ചെയ്തു, തൂക്കിയെന്നാണ്. അപ്പൊ ഒരുപക്ഷെ ഈ പറയുന്ന പോലെയുള്ള ഏതെങ്കിലും ക്രൂരമായ രീതിയിൽ അവരെ കൊന്ന കാര്യമായിരിക്കണം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. They were suspended by hooks in the wall. മതിലുകളിന്മേൽ, ഹുക്സിൽ, കൊളുത്തുകളിൽ ഇവരെ തൂക്കിയിട്ടു എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. എത്രയോ ഭയങ്കരമായ, എത്രയോ നീചമായ, എത്രയോ ക്രൂരമായ ഒരു ശിക്ഷയാണ് അവർക്ക് വന്നത്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ, ഇതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പാപകാരണം അവര് സമ്മതിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ. എന്താ 16-ാം വാക്യം? ഞങ്ങൾ പാപം ചെയ്യുകൊണ്ട് ഞങ്ങൾക്കയ്യോ കഷ്ടം, ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു, ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. അവരുടെ അനുതാപ പ്രാർത്ഥന. അതിനിടയ്ക്ക് അവർ പറയുകയാണ്, ദൈവമേ, പാപത്തിന് കാരണം, ഈ നാശത്തിന് കാരണം ഞങ്ങളുടെ പാപമാണ്. അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്ന ഒരു ചിന്തയിലാണ് ഈ ഒടുവിലത്തെ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പാപനിമിത്തമാണ് ഇത് സംഭവിച്ചത്, ഞങ്ങൾക്ക് രോഗം വന്നത്, ഞങ്ങൾക്ക് കഷ്ടം വന്നത് ഞങ്ങളുടെ പാപനിമിത്തമാണ്. അതിന് താഴെ 19-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവേ, നീ ശാശ്വതനായും നിന്റെ സിംഹാസനം തലമുറ തലമുറയായി ഇരിക്കുന്നു. നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, നീ ഇപ്പോഴും പരമാധികാരിയാണ്, നിന്റെ ആധിപത്യം ഞങ്ങൾ മാനിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഞങ്ങളെ നശിപ്പിച്ച നീ പ്രാപ്തനാണ്. അതിന്റെ 19-ാം വാക്യത്തിൽ ദൈവം പ്രവർത്തിക്കാനായിട്ട് അവര് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വിലാപങ്ങൾ അവസാനിപ്പിക്കുന്നത്. എന്താ 19-ാം വാക്യത്തിൽ പറയുന്നത്? നീ ശാശ്വതനായും നിന്റെ സിംഹാസനം തലമുറ തലമുറയായും ഇരിക്കുന്നു, നീ സദാകാലം ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ, ദീർഘകാലം ഞങ്ങളെ മറക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് 19-20 വാക്യങ്ങൾ അവസാനിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പാപങ്ങൾ അവർ സമ്മതിക്കുകയും ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് ഞങ്ങൾക്കിത് ഭവിച്ചത് എന്ന് അവർ ഏറ്റുപറയുകയും മാത്രമല്ല, സകലത്തെയും ഭരിച്ച് നിയന്ത്രിക്കുന്ന സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന
സകലത്തിന്റെ മേലും അധികാരമുള്ള വലിയവനായ ദൈവമേ, നീ ഞങ്ങളെ മറന്നു കളയരുത്, നീ ഞങ്ങളെ ഉപേക്ഷിക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ് 19, 20 വാക്യങ്ങളിലുള്ളത്. നശിപ്പിച്ച ദൈവം യഥാസ്ഥാനപ്പെടുത്തുവാനും പ്രാപ്തന. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൽ നിന്ന് 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം ദൈവം ഇസ്രായേലിനോട് പറയുന്ന ചില കാര്യങ്ങളാണ്. അതിന്റെ 40 മുതൽ ഒന്ന് വായിച്ചേ. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 40 മുതലുള്ള വാക്യങ്ങൾ. അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവരെനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ, അവർ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിച്ചാൽ, ഇനി ബാക്കി വായിച്ചേ. ഞാൻ യാക്കോബിനോടുള്ള എന്റെ നിയമം ഓർക്കും, ഇസ്ഹാക്കിനോടുള്ള എന്റെ നിയമവും അബ്രഹാമിനോടുള്ള എന്റെ നിയമവും ഞാൻ ഓർക്കും, ദേശത്തെയും ഞാൻ ഓർക്കും. അവർ ദേശം വിട്ടുപോയിട്ട് അവരില്ലാതെ അതിശൂന്യമായി കിടന്ന് തന്റെ ശബത്തുകൾ അനുഭവിക്കും. അവർ എന്റെ വിധികളെ ധിക്കരിക്കുകയും അവർക്ക് എന്റെ ചട്ടങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്തതുകൊണ്ട് അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കും. അവരുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അവർ അനുഭവിക്കും. അടുത്ത വാക്യം. എങ്കിലും അവർ ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എന്റെ നിയമം ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കയില്ല, അവരെ വെറുക്കുകയുമില്ല. ഞാൻ അവരുടെ ദൈവമായ യഹോവയാകും. അടുത്ത വാക്യം 45. ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുക മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും. ഞാൻ യഹോവയാകുന്നു. യഹോവ സംസാരിക്കുക. എന്തായി പറയുന്നതിന്റെ അർത്ഥം? നിങ്ങൾ പാപം ചെയ്ത് ദൈവവഴിയിൽ നിന്ന് വിട്ടുപോയാൽ അന്യദേശത്ത് നിങ്ങളെ കൊണ്ടുവന്നാക്കും. ദേശം അതിന്റെ ശബത്ത് അനുഭവിക്കുവോളം നിങ്ങൾ അവിടെ ശിക്ഷയിലായിരിക്കും. എന്നാൽ നിങ്ങൾ ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ, 44-ാം വാക്യം, എന്റെ നിയമം ലംഘിക്കുവാൻ തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കയില്ല, അവരെ വെറുക്കയില്ല. ഞാൻ അവരുടെ ദൈവമായ യഹോവയാകുന്നു. പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും. ഈ പറയുന്നതിന്റെ അർത്ഥം അതിന്റെ 41-ാം വാക്യത്തിലുണ്ട്. ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിലുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ, ഞാൻ അവർക്ക് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ അവർ അവരുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ദൈവസന്നിധിയിൽ താഴുകയും ഞാൻ അവർക്ക് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, അവര് ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരനുദപിച്ചാൽ, അവരെങ്കിലേക്ക് നോക്കി തിരിഞ്ഞ് എന്നോട് നിലവിളിച്ചാൽ, ദൈവം പറയാണ്, ഞാൻ എൻ്റെ നിയമം ഓർക്കും, ഞാൻ അവരെ നശിപ്പിച്ചു കളയുകയില്ല, ഞാൻ അവരുടെ നിയമങ്ങൾ, ഞാൻ ചെയ്ത നിയമം ഓർത്ത് അവരോട് ദയ കാണിക്കും. 21-ാമത്തെ വാക്യം പറയുന്നത്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. പ്രാർത്ഥനയോടുകൂടെ വിലാപങ്ങൾ അവസാനിക്കുക. അപ്പോൾ ഈ 5-ാം അധ്യായം മുഴുവൻ തന്നെ പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. അതാണ് അവരുടെ പ്രാർത്ഥനയുടെ രത്ന ചുരുക്കം. നീ ഞങ്ങളെ മടക്കി വരുത്തുവാൻ പ്രാപ്തനാണ്. അതിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ മടക്കി വരുത്തുന്നില്ലെങ്കിൽ നമുക്ക് മടങ്ങി വരാനായിട്ട് പോലും സാധിക്കുകയില്ല. മടങ്ങി വരണമെങ്കിലും ദൈവം കൃപ കാണിക്കും. യഥാസ്ഥാപനത്തിന്റെ കാര്യം അങ്ങനെയാണ്. ദൈവം കൃപ കാണിച്ചാലേ നമുക്ക് മടങ്ങി വരാൻ പോലും സാധിക്കുകയുള്ളൂ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. അല്ല, നീ ഞങ്ങളെ അശേഷം ത്യജിച്ചു കളഞ്ഞിരിക്കുവോ, ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഈ ഒടുവിലത്തെ വാക്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. യഹൂദന്മാര് വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ 22-ാം വാക്യം വായിച്ച് അവസാനിപ്പിക്കുകയില്ല. 22-ാം വാക്യം വായിച്ചിട്ട് പിന്നെയും 21-ാം വാക്യം വായിക്കും. അപ്പോൾ അവര് വായിച്ച് അവസാനിപ്പിക്കുന്നത് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ എന്ന് ചോദിച്ചല്ല, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന്
ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ പാരായണം യഹൂദന്മാർ അവസാനിപ്പിക്കുന്നത്. അപ്പോ 22-ാം വാക്യം വരെ വായിച്ചിട്ട് വീണ്ടും 21-ാം വാക്യം വായിക്കും. അപ്പൊ 21-ാം വാക്യമാണ് അവര് ഒടുവിൽ വായിക്കുന്നത്. ആ വാക്യം എന്തിനെക്കുറിച്ച് പറയുന്നതാണ്? മടങ്ങി ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് പറയുന്നതാണ്. നമ്മള് ഈ പഠനത്തിൽ പല ആത്മീകമായ സത്യങ്ങൾ പഠിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ, സിൻ ഹാസ് കോൺസിക്വൻസസ്, പാപത്തിന് അനന്തരഫലമുണ്ട്. 2, ദൈവം ശിക്ഷിക്കുമ്പോൾ ആർക്കും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നാം ആകും. ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടാകുകയില്ല. എന്നാൽ ഈ വിലാപങ്ങളുടെ ഒടുവിലത്തെ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്, എത്ര വലിയ തെറ്റിൽ നാം അകപ്പെട്ട് കഷ്ടതയിൽ ആയാലും അനുതാപത്തോടെ ദൈവത്തിലേക്ക് നോക്കി നിലവിളിച്ചാൽ ദൈവം തന്റെ നിയമം, നമ്മോട് ചെയ്തിരിക്കുന്ന തന്റെ കവനന്റ് ദൈവം ഓർക്കുകയും നമ്മെ അവൻ മടക്കിക്കൊണ്ടുവരികയും ചെയ്യും. ദൈവത്തിലേക്ക് മടങ്ങി യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ശിക്ഷിച്ചവൻ യഥാസ്ഥാനപ്പെടുത്തുവാനും പ്രാപ്തനാണ്. തെറ്റുകൾ വന്നുപോയാൽ, അനുദപിച്ചാൽ മടങ്ങി വരാനുള്ള സ്കോപ്പ് എപ്പോഴുമുണ്ട്. ദൈവം ഒരിക്കലും മുടിച്ചു കളയുകയില്ല, എന്നേക്ക് കൈവിട്ട് കളയുകയില്ല. തൽക്കാലം ബുദ്ധിമുട്ടിലായാലും അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം രക്ഷിക്കാനും വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാനും പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരുവാനും മനസ്സുള്ളവനാണ്, പ്രാപ്തനാണ്. ദൈവത്തിന്റെ വിശ്വസ്തത, ദയ, കരുണ അത് എത്രയും വലുതാണ്. അതിൽ നമുക്ക് വിശ്വസിക്കാം, അതിൽ നമുക്ക് ആശ്രയിക്കാം. നാം ഈ പഠിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരുന്ന ദിവസങ്ങൾ സഹായകരമായി തീരട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറായി.